ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കണ്ടാലോ? കുറച്ച് വിശേഷങ്ങളുള്ളൂ കേട്ടോ. ഇപ്പോൾ 3 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ. രാവിലെ ചെറിയൊരു വെയിൽ കിട്ടിയിട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി നിന്നതാണ് കേട്ടോ. ഇപ്പോഴത്തെ പണി എന്താണെന്ന് വെച്ചാൽ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് വിരിച്ചിടും. ചെറുതായിട്ടുള്ള വെയിൽ കണ്ടാൽ മുറ്റത്തൊന്ന് വിരിച്ചിടും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും മഴ വീണ്ടും പെയ്യും. അപ്പോൾ അത് അങ്ങോട്ട് ഷെഡിൽ തന്നെ എടുത്തിടും. ഇത് തന്നെ ഇപ്പോൾ പണി. തുണി വിരിച്ചിടുക, പിന്നെ അകത്തേക്ക് തന്നെ കൊണ്ടുപോയിടുക, പുറത്തിടുക, പിന്നെയും കൊണ്ടുപോയിടുക, അങ്ങനെയാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്, പക്ഷേ ഇതാ ഇങ്ങനെ വീണ്ടും അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടോ, ഇരുട്ട് മൂടി ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇങ്ങനെ ഇരുട്ട് മൂടി വരുന്ന കാണുമ്പോൾ എന്തോ ഒരു പേടിയാണ് കേട്ടോ. പക്ഷേ മഴ പെയ്യണമെന്നില്ല, മഴ പെയ്യാനായിട്ടുണ്ട്. പിന്നെ ഇതാ അത് കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും നല്ല വെയിൽ. പിന്നെ ഈ വെയിൽ കണ്ടിട്ടേ തുണി നമ്മൾ മുറ്റത്ത് വിരിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറും ചെയ്യും, മഴ പെയ്യും ചെയ്യും. മഴക്കാലമായാൽ പിന്നെ ഇങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ഇടയ്ക്ക് തന്നെ വെയിൽ വരും, പിന്നെ നല്ല മഴയായിരിക്കും. എന്താ ആ വെയിൽ കാണാൻ തന്നെ നല്ലൊരു ഭംഗി. നല്ല വെയിൽ. ഞാൻ മീൻ നന്നാക്കുന്നതും കാത്ത് ഒരാൾ ഇരിക്കുന്നുണ്ടോ. നല്ല ഭംഗിയില്ലേ ഇതിനെ കാണാൻ. പക്ഷെ ഞങ്ങൾ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല കേട്ടോ, ഇവിടെ വന്ന് കൂടിയതാ. ഇത് മീനൊന്നുമില്ല, ഇപ്പോൾ ട്രോളിങ്ങൊക്കെ തുടങ്ങിയാണ്, അതുകൊണ്ട് മീനില്ല. ആ ഇതാ വരുന്നു അടുത്ത ആൾ, ബെസ്റ്റ്. രണ്ടാളും പോയി. പൂച്ചക്കുട്ടികളോട് മീനില്ലാന്ന് പറഞ്ഞപ്പോൾ അവർ വേഗം പോയിട്ടോ. പിന്നെ ഇതാ രാവിലത്തെ അടുക്കളപ്പണിയിലേക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. രാവിലെ അല്ല, ഉച്ചയ്ക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള. അപ്പോൾ വേഗം അരി അടുപ്പത്തിടാനുള്ള വെള്ളം വെക്കട്ടെ. പിന്നെ കുടിക്കാനുള്ള വെള്ളം കേട്ടോ ഈ ചെറിയ കുഞ്ഞി കലത്തിൽ. പിന്നെ വലിയ കലത്തിൽ ചോറ് വെക്കാനുള്ള വെള്ളം. അത് അപ്പം ഇങ്ങനെ കിണറ്റിൽ നിന്ന് കോരി എടുക്കാൻ കേട്ടോ ചെയ്യുക. പൈപ്പൊന്നും എടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ കിണറാണെങ്കിൽ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി 2 ചുറ്റും കൂടെ നിറയാനുള്ളൂ. ബാക്കിയെല്ലാം നിറഞ്ഞ് കവിഞ്ഞാണ് നിൽക്കുന്നത്. ഒരു 2-3 വലി വലിച്ചാൽ ഇതാ വെള്ളം നമ്മളെ കൈക്കുമ്പിളിലെത്തും കേട്ടോ. അത്രയ്ക്കും വെള്ളമുണ്ട്. മഴ നല്ല ശക്തിയിലാണ് പെയ്യുന്നത് അല്ലേ. ഇപ്രാവശ്യം ആർക്കും വെള്ളത്തിന് ക്ഷാമമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഓരോ സ്ഥലത്തും കിണറിങ്ങനെ വറ്റി വന്നിട്ടുണ്ട് എന്നല്ലാതെ വെള്ളം തീർത്തും പോയിട്ടൊന്നുമില്ല. ക്ഷാമം ഉണ്ടായിട്ടില്ല, അതായത് വലിയ വരൾച്ചയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും ജലകിണറിലൊക്കെ വെള്ളം വറ്റിങ്ങനെ തുടങ്ങിയപ്പോഴേക്കും മഴയും പെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ അടുപ്പത്ത് വെള്ളം വെക്കുകയാണ് കേട്ടോ. തീയൊക്കെ പിടിപ്പിച്ചിട്ട് വെള്ളം വെക്കുകയാണ്. പിന്നെ ചെറിയ അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മീനുണ്ട് കറി വെക്കാൻ. അപ്പോൾ മീൻ കറി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഈ സാധനം കൊണ്ട് ആരൊക്കെ ഇങ്ങനെ തോരൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതെന്താ തോരൻ വെക്കുക എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എന്താന്ന്. അതിന് മുൻപ് ഇതാ വിറകൊക്കെ കത്തി തീയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് അടുപ്പിലതാ കുടിക്കാനുള്ള വെള്ളം. പിന്നെ ഈ പുകയില്ലാത്ത അടുപ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന് ചൂട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നന്നായിട്ട് തീയൊക്കെ പിടിപ്പിച്ച് ചകിരിയും ചിരട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തീയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ അടുപ്പ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വിറകിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് പിന്നെ താനേ അങ്ങനെ അടുപ്പത്തേക്കുന്ന സാധനം വെന്ത് കിട്ടും. കാരണം നല്ല ചൂടായിരിക്കും. ഒന്ന് ചൂടായി കിട്ടാനാണ് പാട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു സ്പെഷ്യൽ തോരൻ വെക്കാമെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് 2 ദിവസം മുൻപ് കൊടുന്ന ചീരേൻ്റെ തണ്ടാണ് കേട്ടോ. ചീരേൻ്റെ ഇലയൊക്കെ ഞങ്ങൾ 2 ദിവസം ഉപ്പേരി വെച്ചു. ഇന്ന് ചീരേൻ്റെ തണ്ട് മാത്രമാണ് കേട്ടോ തോരൻ വെക്കുന്നത്. അപ്പോൾ ഇതാ ചീരത്തണ്ട് നന്നായിട്ട് മുറിച്ച് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് കുനുകുനേ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം സവാളയും കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ എല്ലാ ഉപ്പേരി വയ്ക്കുകയാണെങ്കിലും ഇങ്ങനെ സവാള കൊത്തി അരിയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരത്തണ്ടിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായി തിരുമ്മിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ നാളികേരം, ഒരു വെളുത്തുള്ളിയും ഒരു ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും ദാ ഇതിലേക്ക് കൂട്ടി യോജിപ്പിച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ചട്ടി അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇടുക. അതിനുശേഷം ദാ നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ഈ ചീരത്തണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക. സാധാരണ നമ്മൾ ക്യാരറ്റോ ക്യാബേജൊക്കെ ഉപ്പേരി വയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് വയ്ക്കുക. പക്ഷേ ഇത് അരിഞ്ഞപ്പോൾ നല്ല കളറല്ലായിരുന്നു, ചുവന്ന കളറ്. പക്ഷേ ഇതാ വെന്ത് വന്നപ്പോൾ കണ്ടോ ഒരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കണ്ടാൽ ക്യാരറ്റ് തോരനാന്നൊക്കെ എഴുതുക, പക്ഷേ ക്യാരറ്റല്ല ചീരത്തണ്ടാണ് കൂടുതലും. പിന്നെ ഇതാ എൻ്റെ മീൻകറി ഇതാ അടുപ്പിൽ ഇങ്ങനെ ചട്ടിയിൽ കിടന്നിങ്ങനെ തിളയ്ക്കുന്നുണ്ടോ. ഈ ചിരട്ടക്കയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ കറി തിളച്ച് പതഞ്ഞിട്ട് പുറത്തേക്ക് തൂവി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചിരട്ടക്കയിൽ വേണമെന്നൊന്നുമില്ല, വേറെ കയ്യിലിട്ടാലും മതി. പക്ഷേ ഇവിടെ അധികം ചിരട്ടക്കയിലാണ് ഉപയോഗിക്കാറ്. അങ്ങനെ എൻ്റെ മീൻ കറിയൊക്കെ റെഡിയായി, തോരന് റെഡിയായി, ചോറും റെഡിയായി, എല്ലാം റെഡിയായി. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എനിക്ക് 2-3 സാധനങ്ങൾ തയ്ച്ചെടുക്കാനുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ രാത്രി ഇടാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പുതിയ നൈറ്റി. അത് നല്ല വലുപ്പമുണ്ട്, XXL XXL അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതൊന്ന് വെട്ടി ഷേപ്പാക്കിയൊന്ന് റെഡിയാക്കാനുണ്ട്. പിന്നെ ഒരു പഴയ മുണ്ടുണ്ട് കീറിയത്, അതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ആദ്യം ഞാൻ എൻ്റെ നൈറ്റിയാണ് കേട്ടോ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. നന്നായിട്ട് ലൂസാണ് കേട്ടോ. XXL എന്നൊക്കെ പറയുമ്പോൾ വലിയ നൈറ്റി ആയിരിക്കില്ലേ, ഞാൻ അത്ര വണ്ണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 ഭാഗം ഒന്ന് ഷേപ്പാക്കി അടിച്ചെടുത്തിട്ട് ബാക്കി അടിഭാഗം ഒന്ന് വെട്ടിയിട്ട് മടക്കി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളത് കൊണ്ട് എനിക്കൊരു കാര്യമാണ്. പിന്നെ 2-3 തുണികൾ കൊണ്ടുവന്ന് വെച്ചതുണ്ട്, ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ നൈറ്റ് ഇതാ അടിച്ചൊക്കെ ഷേപ്പാക്കി XXL ഒക്കെ മാറ്റി XXL ഒക്കെ മാറ്റി XL ആക്കിയിട്ടുണ്ട് കേട്ടോ. XL അല്ല XXL വേണം തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാ നൈറ്റ് കണ്ടോ. പിന്നെ ഇതൊരു ലൈറ്റ് കളറാണ് കേട്ടോ. ഇതാ കണ്ടോ, എൻ്റെ ക്യാമറ ഇത്ര ക്ലിയർ ഇല്ലയെന്നാണ് തോന്നുന്നത് അല്ലേ. ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. ലൈറ്റ് ബ്ലൂ കളറായിട്ട് അതിൽ കറുപ്പ് പ്രിൻ്റായിട്ട് ഒരു നൈറ്റി. രാത്രി മാത്രം ഇടാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പകൽ പിന്നെ നൈറ്റി ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മുടെ ചങ്ങാതിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് പറഞ്ഞിട്ട് എടുത്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ. അങ്ങനെ നൈറ്റിയൊക്കെ അടിച്ചത് ഷേപ്പാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള തുണികളും കൂടി ഒന്ന് തയ്ച്ചെടുക്കാനുണ്ട്. പിന്നെ അമ്മയുടെ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നു, അതൊന്ന് വണ്ണം കുറച്ച് തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞതാ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. ചോറുണ്ട്, മീൻകറിയുണ്ട്, എൻ്റെ സ്പെഷ്യൽ ചീരത്തണ്ട് തോരനുണ്ട്, പിന്നെ ചമ്മന്തിയുണ്ട്, മീൻ വറ്റിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. ഉച്ചഭക്ഷണം കഴിഞ്ഞൊന്നും എഴുന്നേറ്റിട്ടില്ല. അതിൻ്റെ മുന്നേ മഴ തുടങ്ങിയിട്ടോ, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അതിൻ്റെ ഇടയിൽ കണ്ടോ നല്ലൊരു വെയിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ വെയിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ വെയിൽ കാണാൻ. മഴയും വെയിലും. അപ്പോൾ ഇന്ന് കുറുക്കൻ്റെ കല്യാണമായിരിക്കുമല്ലേ. മഴക്കാലമല്ലേ, മഴ അങ്ങനെ പെയ്യട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു.